ഷാനവാസിനെ പറ്റി പറയുകയാണ് ആദിലെ നൂറയും. കറക്റ്റ് അമ്മായി സ്വഭാവമാണ് കാണിക്കുന്നത്. നമ്മുടെ മുമ്പിലൊന്ന് പറയും, പിന്നെ അപ്പുറത്തോട്ട് മാറി പിന്നെ വേറൊന്ന് പറയും. വെറും വല്ലാത്തൊരു അമ്മായി കളിയാണ് കളിക്കുന്നത്. അപ്പോൾ അനുമോള് പറഞ്ഞേ, എനിക്ക് അക്ബറൊക്കെ എന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ നിങ്ങളോ ഷാനവാസ്കയൊക്കെ എന്നെ എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതുവരെ നിങ്ങൾ എന്നോട് കാണിച്ചത് എന്താണെന്നുള്ള ഒരു രീതിയിൽ ഞാൻ ചിന്തിക്കും. അന്ന് തന്നെ ആ ഫുഡിൻ്റെ പ്രശ്നം ഉണ്ടായപ്പം, പയറിൻ്റെ ആ ഒരു വിളമ്പുന്ന പ്രശ്നം ഉണ്ടായപ്പം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഷാനവാസ്ക എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ ഷാനവാസ്ക എന്ത് ഈ പറയുന്നത് അന്നത്തെ കാര്യമൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഇങ്ങനെ മനസ്സിൽ വെക്കുന്നൊരു സ്വഭാവമുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, നമ്മളൊരാളെടുത്ത് സ്നേഹമായിട്ടിരിക്കുന്ന ആളോട് പിണങ്ങുമ്പോഴാണ് അവരുടെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും അവർക്ക് നമ്മളോട് എത്രമാത്രം സ്നേഹമുണ്ട്. നമ്മളിപ്പോൾ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ വലിയ വാക്കുകളൊന്നും, വേദനിക്കുന്ന വാക്കുകളൊന്നും പറയത്തില്ല, പോട്ടെന്നായിരിക്കും അങ്ങനെ. അപ്പം നീ ഞങ്ങളോട് നീ ഇപ്പം മിണ്ടിയത് ഇവിടെ മിണ്ടാൻ ആരും ഇല്ലാഞ്ഞിട്ടാണോ എന്ന് ആദില ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞല്ല, ഞാനല്ലെങ്കിലും നിങ്ങളെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങളോട് മിണ്ടാനിടും ഞാൻ പുറത്തിറങ്ങിയിട്ട്. പിന്നെ ഇവിടെ ആരും ഇല്ലെങ്കിൽ എന്താ, ഇവിടെ ആരും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല മിണ്ടിയില്ലെങ്കിലും. ഞാൻ അനീഷേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം ഞാൻ അവരോട് മിണ്ടുവന്നു. അപ്പോൾ ഇവിടെ ആരും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. വീണ്ടും നൂറ പറയുന്നുണ്ട്, നീ കിച്ചണിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ക്യാപ്റ്റൻസി കുളമായിപ്പോയെന്ന് പറയുന്നുണ്ട്. അന്നേരം അനുമോൾ പറയുന്നുണ്ട്, അത്രയും ഒരു നിസ്സാരപ്പെട്ട ഒരു കാര്യമായിരുന്നു, പക്ഷേ അത് എന്തുമാത്രം പ്രശ്നമാക്കി. അപ്പോൾ അത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി, അതങ്ങനെ ഇറങ്ങിപ്പോയെന്ന് അനുമോൾ വീണ്ടും പറയുന്നു. ഞാൻ ചിന്തിക്കാത്ത കൂടി ഒരു കാര്യമായിരുന്നു, അത് എല്ലാവരും കൂടെ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുമായിരുന്നു. എല്ലാവർക്കും ഞാൻ ഒരുമിച്ച് ഒരേപോലെ വിളമ്പിയത്. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന കണക്കുള്ള കാര്യമല്ലേ ചെയ്തുള്ളൂ. എപ്പോഴും ഞാൻ എടുത്ത് വെക്കാറുണ്ട്, അതുപോലെ ഞാൻ എടുത്ത് വെച്ചു. ഇപ്പം തന്നെ നോക്കിയാൽ ഒരുപാട് ചോറ് അധികം കിടപ്പുണ്ട്. ഇത്രയും ചോറ് അധികം വെക്കരുത്, ഫ്രിഡ്ജ് വെച്ച് നമ്മൾ കഴിക്കാൻ പാടില്ല. കറി കൂടുതൽ നമുക്ക് കഴിക്കാം, കറിയാണ് കഴിക്കേണ്ടതെന്ന് ആദില പറയുന്നു. അതാ പറഞ്ഞ കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് കഴിക്കാം, പക്ഷേ ഇത്രയും ചോറിട്ട് വെച്ചിട്ട് പിന്നെ അതെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് എങ്ങനെ ആഹാരം എടുത്ത് എപ്പോഴും കഴിക്കരുതെന്ന് അനുമോൾ പറയുന്നുണ്ട്. നമുക്ക് എത്ര ആവശ്യമുള്ള അത്രയും മാത്രമേ ഇട്ട് വെക്കാവുള്ളൂ, അപ്പോൾ അധികം വരുന്നില്ല. പിന്നെ നല്ല കറികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ചോറ് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നും. ആ ദിവസം ചിലപ്പോൾ കുറച്ചുകൂടെ ചോറിട്ട് വെക്കണം, അല്ലാതെ ഒരുപാടിട്ട് വെച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കരുത്.